ലോകത്തിലെ ജൈവവൈവിധ്യ പ്രാധാന്യമുള്ള 10 കേന്ദ്രങ്ങളിൽ ഒന്നാണ് പശ്ചിമഘട്ടം. 1600 കിലോമീറ്റർ നീളവും 1,60,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുമാണ് അതിനുള്ളത്. കേരളത്തിലെ തൃശൂർ ജില്ലയിൽ സമുദ്രനിരപ്പിൽ നിന്നും 1000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിരപ്പള്ളി വാഴച്ചാൽ വനമേഖലയും 80 അടി ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടവും കാണാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോലും സന്ദർശകർ എത്താറുണ്ട്. വിവിധ ഇനം സസ്യലതാദികൾ കൊണ്ടും ജീവജാലങ്ങളെ കൊണ്ടും സമ്പന്നമാണ് അതിരപ്പള്ളി വാഴച്ചാൽ വനമേഖലകൾ. കാടകങ്ങളിൽ അടിമഗോത്ര സംസ്കാരത്തിൻ്റെ പിന്തുടർച്ചക്കാർ പല സമുദായങ്ങളിലായി ജീവിക്കുന്നു, കാടിൻ്റെ മണ്ണിൻ്റെ മക്കളായി. അതിരപ്പള്ളി വനമേഖലകളിൽ ഇപ്പോൾ തേനെടുപ്പിൻ്റെ തിരക്കാണ്. ഒരു വേനൽ മുഴുവൻ നീണ്ടു നിൽക്കുന്ന തേനെടുപ്പ്. തവളക്കുഴിപ്പാറ ആദിവാസി കോളനിയിൽ മലയ സമുദായത്തിൻ്റെ മൂപ്പനായ ഗോപിയും കൂട്ടരും വർഷങ്ങളായി കാടിൻ്റെ ഈ മധുരം ലോകത്തിന് നൽകി വരുന്നുണ്ട്. ഞങ്ങൾ തേനടക്കം പോകണമെന്ന് പറഞ്ഞാൽ 3-4 കൂടി തേനടക്കം പോകും. തേനടക്കം പോകുമെന്ന് പറഞ്ഞാൽ തേൻ മുന്നേ കണ്ടുപിടിക്കാനായിട്ട് തേൻ്റെ സമയം വന്നിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാനായിട്ട് നടക്കും. അത് 4, 5, 6 കിലോമീറ്റർ ഒക്കെ കാട്ടിൻ്റെ ഉള്ളിൽ പോകും. അങ്ങനെ കണ്ടുപിടിച്ച് തേന് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വന്ന് ഞങ്ങളൊരു 3-4 പിള്ളേരൊക്കെ കൂടി അങ്ങോട്ട് പോകും. തേനിരിക്കുന്ന മരം ആദ്യമേ കണ്ടെത്തുകയാണ് പതിവ്. പിന്നീടാണ് അതെടുക്കാൻ പോകുന്നത്. 5-6 പേരടങ്ങുന്ന സംഘമായിട്ടായിരിക്കും തേൻ എടുക്കുവാനുള്ള യാത്ര. രാത്രികാലങ്ങളിൽ മാത്രമേ ഇവർ തേനെടുക്കാറുള്ളൂ. പകൽ തേനീച്ചകളുടെ ആക്രമണ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ ഇപ്രകാരം ചെയ്യുന്നത്. തേൻ തേടിയുള്ള ഈ യാത്ര അത്ര മധുരമുള്ളതല്ല. കുറച്ച് ശ്രദ്ധക്കുറവ് വന്നാൽ വഴിതെറ്റിക്കുന്ന ചോലക്കാടുകളുണ്ട്. വീണ്ടും ഉൾക്കാട്ടിലേക്ക്. തേനെടുക്കുന്നതിന് ചില ഒരുക്കങ്ങൾ ചെയ്യേണ്ടതുണ്ട്. മരത്തിൽ അടിച്ചു കയറ്റാൻ മുളയാണികൾ ഇതിനകം തയ്യാറാക്കണം. ഞങ്ങൾ കൊണ്ടുപോയ പാട്ട ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ഒതുക്കി വെച്ച് ഞങ്ങൾ മുള വെട്ടും. മുള വെട്ടി കൊടുക്കും എന്ന് പറഞ്ഞാൽ ആന ഉണ്ടാക്കും. ആനയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തത്തലെന്ന് പറയുള്ളൂ അതിന് ഞങ്ങളുടെ ഭാഷയിൽ. ആന ഉണ്ടാക്കി അതിൻ്റെ അടിക്കാനുള്ള കൊട്ടാപ്പിടി എന്ന് പറഞ്ഞാൽ അതൊക്കെ ഉണ്ടാക്കി എടുത്തിട്ട് ഞങ്ങൾ പോയി അവിടെ കൊണ്ട് ഒരുക്കി വയ്ക്കും.
ഉള്ളതിൽ ഏറ്റവും മൂപ്പുള്ള മുള കൊണ്ടുവേണം ആണികൾ ഉണ്ടാക്കാൻ. ഇതിനിടെ ആയുധങ്ങൾ മൂർച്ച കൂട്ടാനുള്ള പാറപ്പൊടികൾ ഉരച്ചെടുക്കുന്നു. ആണിക്കുള്ള മുള താഴെ വെട്ടിയിടുന്നു. പിന്നെ അതിനെ 4-5 വലിയ കഷണങ്ങളാക്കി. ഇനി തേനിരിക്കുന്ന മരത്തിനടുത്തേക്കുള്ള യാത്രയാണ്. ഉൾക്കാട്ടിലാണ് തേനിരിക്കുന്ന മരം. ഇപ്പോൾ തന്നെ 3.5 കിലോമീറ്റർ ദൂരം നടന്നു കഴിഞ്ഞു. അവർക്കിത് നിലനിൽപ്പിൻ്റെ കാര്യമാണ്. അതിനാൽ തന്നെ ശ്രദ്ധയോടും കരുതലോടും കൂടെയായിരുന്നു ഓരോ നീക്കവും. സൂര്യൻ അസ്തമിക്കാറായി. കാട്ടിൽ ഇരുൾ വീണു തുടങ്ങി. ഒരു 5-6 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ മരത്തിൻ്റെ ഇടയ്ക്ക് പോകും. തേൻ എടുക്കുന്ന സ്ഥലത്ത് പോകും. പോയാൽ പിന്നെ അതിന് പണി കൊടുക്കും. എന്ന് പറഞ്ഞാൽ ഈറ്റ വള്ളി എടുക്കും, ഇത് കെട്ടാനുള്ള വള്ളി, ഇതൊക്കെ എടുത്ത് മരം അടി കൊടുക്കും. സീസൺ വൈകുന്നേരമാണ്. വൈകുന്നേരം എന്ന് പറഞ്ഞാൽ മരത്തിന് മുകളിൽ കിടക്കുന്നത്. അത് വലിയ തേന. പിന്നെ കുറുന്തേൻ എന്ന് പറയുന്നുണ്ട്. അത് മരത്തിൻ്റെ പൊത്തില്ല. അത് ഈ പോണ പോക്കിലൊക്കെ കണ്ടെങ്കിൽ അത് എടുക്കുകയും ചെയ്യും. പിന്നെ ചെറുതാൻ കണ്ടെടുക്കും. ചെറുതാൻ കണ്ടെടുക്കുമെന്ന് പറഞ്ഞാൽ ചെറുതാൻ അങ്ങനെ കാര്യമായിട്ട് കിട്ടുന്നില്ല. എന്നാലും ഒരു 10-200 ഗ്രാമൊക്കെ കിട്ടുള്ളൂ. മരത്തിൽ കയറാൻ ആണിക്കുള്ള മുളകൾ ഒന്നൊന്നായി ചെത്തിയെടുക്കണം. ആണിയുടെ അറ്റം കൂർത്തിരിക്കണം.
അല്ലെങ്കിൽ ചവിട്ടിക്കയറുമ്പോൾ ഒടിഞ്ഞു പോകാൻ ഇടയുണ്ട്. തേൻ എടുക്കുന്നതിന് മുൻപ് ആചാരപ്രകാരം ഒരു പൂജയുണ്ട്. ഞങ്ങൾ മലകുരുക്കന്മാർക്കാണ് ഈ പൂജ നടത്തുന്നത്. വെറ്റിലടയ്ക്ക, പുകല, ചുണ്ണാമ്പ്, ഇപ്പം താഴെയുള്ളതായിരുന്നു ചന്ദനത്തിരി. അവിടെ തന്നെ ഞങ്ങൾ വേറെ ഒരാൾക്ക് പൂജ വയ്ക്കുന്നുണ്ട്. അത് മാട്ടിക്കൻ സാർത്താവെന്ന് പറയും. മാട്ടിക്കൻ സാർത്താവിനൊക്കെ വയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മൃഗങ്ങളുടെ ശല്യം ഒഴിയാൻ വേണ്ടിയാണ്. നമ്മൾ നിൽക്കുന്നിടത്ത് ഈ വക സാധനങ്ങളൊന്നും വരാൻ പാടില്ല. അത് നമ്മളുടെ ആ ഒരു വിശ്വാസത്തിന് വേണ്ടിയാണ് നമ്മളത് വയ്ക്കുന്നത്. പൂജ കഴിഞ്ഞാൽ മരത്തിൽ ചവിട്ടിക്കയറാനുള്ള ആണികൾ അടിക്കുക എന്നതാണ് അടുത്തതായി ചെയ്യാനുള്ളത്. അതിനായി ആദ്യത്തെ ആണി മൂപ്പനാണ് മരത്തിൽ അടിക്കുന്നത്. പിന്നീടത് മറ്റുള്ളവർ ഏറ്റെടുക്കും. ആണികൾക്കിടയ്ക്ക് മൂത്ത ഈറ്റത്തടി വെച്ച് കിട്ടും. ഇതിൽ പിടിച്ചാണ് ഉയരത്തിലേക്ക് ഇവർ കയറുന്നത്. ആണിയടിക്കുന്നതും ഈറ്റത്തടി കെട്ടുന്നതും സംഘത്തിലുള്ളവർ മാറി മാറി ചെയ്യേണ്ടതാണ്. വെട്ടിയെടുക്കുന്ന മുളക്കമ്പുകളും ഈറ്റയുടെ കഷണങ്ങളും ചേർത്ത് വെച്ച് ചൂട്ടുണ്ടാക്കും. ഇത് കത്തിച്ചാണ് തേനെടുക്കുന്നത്. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ പുറത്ത് ഈ തേനെടുത്തുകൊണ്ട് പുറത്ത് തന്നെ ഇട്ടുകൊണ്ട് ആദ്യം ഇറങ്ങി വരും. അതിൽ പിന്നാണ് ഇപ്പോൾ ഈ പിള്ളേരായിട്ട് അതിൻ്റെ വള്ളിയൊക്കെ ഉണ്ടാക്കിയിട്ട് വള്ളി കൂടി ഇറക്കും. ഇപ്പോൾ വള്ളി പോയിട്ട് ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കയറൊക്കെ ആയിട്ടാണ് ഇപ്പോൾ പോക്ക് ഇറക്കാനായിട്ട്. ഇനി തേനെടുക്കാനുള്ള കയറ്റമാണ്. കൂട്ടത്തിൽ സമർത്ഥനായ ഒരുവൻ മരത്തിൽ കയറുന്നു. കയറ്റത്തിനിടയിൽ പലരും അപകടത്തിൽപ്പെടാറുണ്ട്. ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള ഒരു പിടിവള്ളി മാത്രമാണ് ഈറ്റ കൊണ്ടുള്ള ഈ ഏണി. മുകളിൽ എത്തിയാൽ മാത്രമാണ് ചൂട്ട് കത്തിക്കുന്നത്. തീയുടെ ചൂടേൽക്കുന്നതോടെ തേനീച്ചകൾ കൂട്ടമായി ഓടിവിട്ട് പറന്നുപോകും. തേനെടുക്കുന്ന നേരം ചൂട്ടണയ്ക്കണം. അതാണ് ഇവരുടെ രീതി. കുത്തുകൊള്ളാതിരിക്കുവാനും കൂടുതൽ തേനീച്ചകൾ ചാകാതിരിക്കുവാനുമാണ് ഇപ്രകാരം ചെയ്യുന്നത്. തേൻ എടുത്തു കഴിഞ്ഞു. എടുത്ത തേൻ എണ്ണപ്പാട്ടയിലാക്കി കയറിലൂടെ താഴെ ഇറക്കും. ചില തേനെന്ന് പറഞ്ഞാൽ തേനെടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 2 കിലോ കിട്ടും. ചിലപ്പോൾ നല്ല തേനൊക്കെ ആണെങ്കിൽ തെളിയുള്ള സമയമൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് ഒരു 10-15 കിലോ ഒക്കെ കിട്ടും. തേനെടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കാറില്ല. എത്രയും പെട്ടെന്ന് വീടണയണം. അതാണ് പതിവ്. അന്നു രാത്രി തന്നെ അത് പിഴിഞ്ഞ് പുകലപ്പാറ തേൻ സംസ്കരണ ശാലയിലേക്ക് എത്തിക്കേണ്ടതുണ്ട്.
ഞങ്ങളിവിടെ തേൻ കൊടുക്കുന്ന വനസരിക്ക് കൊടുക്കുന്ന പറഞ്ഞാൽ ഞങ്ങൾ പിഴിഞ്ഞ് തേൻ അരിക്കാണ് ഇവിടെ സ്റ്റോക്ക് ചെയ്ത് അവർ കൊണ്ടുപോകണം. അവരവിടെ കൊണ്ടുപോയിട്ട് അത് ക്ലീൻ ചെയ്യാണ്, ശുചീകരിച്ച് അവർ ടിന്നിലൊക്കെ ആക്കിയാണ് അവിടെ വിൽപ്പന നടത്തുന്നത്. തേൻ വിപണന കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നതിന് മുൻപ് അതിനെ സംസ്കരിച്ചെടുക്കേണ്ടതുണ്ട്. വാഴച്ചാൽ ഫോറസ്റ്റ് ഡിവിഷന് കീഴിലുള്ള പൊകലപ്പാറ വനവിഭവ സംഭരണ സംരക്ഷണ കേന്ദ്രത്തിലെ തേൻ സംസ്കരണ യൂണിറ്റിലാണ് തേൻ ശുദ്ധീകരണം നടക്കുന്നത്. അരിപ്പയിലൂടെ അരിച്ചെടുത്ത തേനിനെ മിതമായ ഊഷ്മാവിൽ ചൂടാക്കിയെടുക്കും. അതോടെ തേൻ പൂർണ്ണമായും മാലിന്യമുക്തമാകും. ചൂടാക്കിയെടുത്ത തേനിനെ കൃത്യമായ അളവിൽ കുപ്പികളിലേക്കാക്കും. വാഴച്ചാൽ ഫോറസ്റ്റ് ഡിവിഷന് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന വനശ്രീയാണ് ഇതിന്റെ വിപണനം ഏറ്റെടുത്ത് നടത്തുന്നത്. ഞങ്ങൾ തേനിൽ മായങ്ങളൊന്നും ചേർക്കില്ല. കാരണം തേനെടുക്കുന്ന ഒരു വ്യക്തി അത് ചെയ്യില്ല. ഇനിയിപ്പോൾ അങ്ങനെ മായം ചേർത്തിട്ടുണ്ടെങ്കിൽ 4 ദിവസം കൂടുതൽ ഇരിക്കുമല്ല അത്. കുപ്പികളിൽ ആക്കിയ തേൻ അന്നേ ദിവസം തന്നെ വനശ്രീയുടെ ഇക്കോ ഷോപ്പിലേക്ക് എത്തിക്കുന്നു. വനശ്രീയുടെ അതിരപ്പിള്ളിയിലുള്ള ഇക്കോ ഷോപ്പാണ് ഇത്. ഇവിടെയാണ് തേൻ ഉൾപ്പെടെയുള്ള വനവിഭവങ്ങൾ വിപണനം ചെയ്യുന്നത്. വിദേശികൾ ഉൾപ്പെടെ നിരവധി പേർ വനശ്രീയുടെ ഉൽപ്പന്നങ്ങൾക്കായി ഇവിടെ വന്നെത്താറുണ്ട്. കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും വരുന്നവരാണ് അധികവും. ഇവരുടെ നിഷ്കളങ്കമായ പുഞ്ചിരി പോലെ തന്നെ മധുരമുള്ളതാണ് ഇവർ നമുക്ക് തരുന്ന കാടിന്റെ കലർപ്പില്ലാത്ത ഈ മധുരം.